CPM കോൺഗ്രസ് ഒരുമിച്ച് മത്സരിക്കുന്നു. അപ്പോൾ ഇവർ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഒരു ശ്രമം, എങ്ങനെയെങ്കിലും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഒരു ശ്രമം. ഞാൻ ഏറെ ബഹുമാനത്തോടെ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഇലക്ഷൻ നിങ്ങളുടെ തന്ത്രങ്ങൾ, നിങ്ങളെ വേണ്ടാത്ത കാര്യങ്ങൾ, നാണമില്ലാത്ത ഓരോരോ ഇഷ്യൂസിനെ കുറിച്ച് ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. കുട്ടികളും യൂത്തിനൊപ്പം സംസാരിക്കാനും എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ഇത് അവസരം കിട്ടുമ്പോൾ സന്തോഷം, എപ്പോഴും സന്തോഷം. പ്രചരണം ചൂടുപിടിക്കുകയാണ്. അതിനിടയിൽ ഈ ഡീലാരോപണവും കഴിയുന്നില്ല. ഇപ്പോൾ CM അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പരസ്പരം പോസ്റ്റിട്ടിരിക്കുകയാണ്. അതിൽ പറയുന്നത് RSSും UDFും ഡീലുണ്ടായിരുന്നു, അതുപോലെ തന്നെ CPMും RSSും ഡീലുണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഇതില് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, CPM പറയുന്നു കോൺഗ്രസ് ആണ് BJPന്റെ B ടീം, കോൺഗ്രസ് പറയുന്നു CPM ആണ് BJPന്റെ B ടീം. അപ്പോൾ രണ്ടുപേരും സമ്മതിക്കുന്നത് ഞങ്ങളാണ് A ടീം. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒന്ന്. രണ്ട്, ഈ ഇലക്ഷന്റെ മുമ്പ് 10 ദിവസം മുമ്പ് 12 ദിവസം മുമ്പ് ഈ ഒരു തന്ത്രം ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും വികസനം എന്ന ഒരു ചർച്ചയെന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ആണ് എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിലൊരു സംശയമില്ല. കാരണം ഈ B ടീം A ടീം എന്ന് പറഞ്ഞു നടക്കുന്ന രണ്ട് പാർട്ടീസ് 27 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറിയിൽ ഫോർമൽ പൊളിറ്റിക്കൽ അലയൻസിലാണ്. ഇന്ത്യ അലയൻസ് ആണ് അതിന്റെ പേര്. തൊട്ടടുത്ത് തമിഴ്നാട്ടില് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ CPM കോൺഗ്രസ് ഒരുമിച്ച് മത്സരിക്കുന്നു. അപ്പോൾ ഇവർ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഒരു ശ്രമം, എങ്ങനെയെങ്കിലും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഒരു ശ്രമം. ഞാൻ ഏറെ ബഹുമാനത്തോടെ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഇലക്ഷൻ നിങ്ങളുടെ തന്ത്രങ്ങൾ, നിങ്ങളെ വേണ്ടാത്ത കാര്യങ്ങൾ, നാണമില്ലാത്ത ഓരോരോ ഇഷ്യൂസിനെ കുറിച്ച് ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. ജനങ്ങളുടെ ആവശ്യം വികസനമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചോ? കഴിഞ്ഞ 10 കൊല്ലം അവസരം കിട്ടിയപ്പോൾ എന്താണ് CPM ചെയ്തത്? കോൺഗ്രസ് അതിന് മുമ്പ് ഇന്ത്യ ഭരിച്ചപ്പോൾ ഇവിടുന്ന് 8 മന്ത്രിമാരായിരുന്നു, അവരെന്ത് ചെയ്തു? അതിനെ കുറിച്ച് സംസാരിക്കൂ. ധൈര്യം ഉണ്ടാവണം, പേടിക്കരുത്. പേടിച്ചിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കുക, സൃഷ്ടിക്കുക, എന്നിട്ട് ജനങ്ങൾ ശ്രദ്ധ തിരിക്കുക. ഇത് ചെയ്യണ്ട എന്നാണ് ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന. ജൻസി പിള്ളേർക്ക് സാറിനെ പോലത്തെ ആൾക്കാർ വരുന്നതാണ് ആഗ്രഹം. കണ്ടതും കേട്ടതും എല്ലാവരും പറഞ്ഞതൊക്കെ എങ്ങനെയാണ്? അല്ല, നോക്കൂ, ഞാൻ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ്. നമ്മളെ യുവ ജനറേഷൻ, യുവ തലമുറ ആണ് ഈ മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് മാറാൻ പോകുന്നത്. ഈ പഴയ കാലത്തെ വിവാദ രാഷ്ട്രീയമെല്ലാം മാറ്റണമെങ്കിൽ ഈ യുവ ജനറേഷൻ ആണ് മുമ്പോട്ട് വരേണ്ടത്. അത് വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഒരു സംശയമില്ല. മന്ത്രി V ശിവൻകുട്ടി ഇപ്പം പെരുമാറ്റച്ചട്ടം ലംഘിച്ചിരിക്കുകയാണ്. കാരണം മന്ത്രിയുടെ ഔദ്യോഗിക സീലും ചിഹ്നം എല്ലാം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഒരു അഭ്യർത്ഥന ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നോക്കൂ, ശിവൻകുട്ടിജിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ജനങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹം ഡെസ്പെറേറ്റ് ആണ്, അദ്ദേഹം പേടിച്ച് ഇരിക്കുകയാണ്. അതിന് മറ്റൊരു ഉദാഹരണം, തെളിവ്, നേമം മണ്ഡലത്തിൽ മത്സരിക്കുന്നത്, ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിക്കുന്നത് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി, മറ്റൊരു ബ്രാഞ്ച് സെക്രട്ടറി. എന്തുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നു? പുള്ളിക്കാരന്റെ പേര് രാജീവാണ്. ഈ വോട്ടർമാരെ വിഡ്ഢിയാക്കാൻ CPM പേടിച്ചിട്ട് എൻ്റെ ഒപ്പം ശിവൻകുട്ടിക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചിട്ട് ഒരു രാജീവിനെ കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വിചാരം, ഈ രാജീവ് വന്നാൽ രാജീവ് ചന്ദ്രശേഖരന് കിട്ടാൻ പോകുന്ന വോട്ട് എങ്ങനെയും സ്പ്ലിറ്റ് ചെയ്യാൻ അവർക്ക് കഴിയും എന്നൊരു മനസ്സിൽ വെച്ചിട്ടാണ് ശിവൻകുട്ടി ഇപ്പോൾ ഈ ഇലക്ഷൻ മത്സരിക്കുന്നത്. ഈ ഇലക്ഷനിൽ 100% ശിവൻകുട്ടി തോൽക്കും. അത് ഞാനല്ല തോൽപ്പിക്കാൻ പോകുന്നത്, ഇവിടെ വഞ്ചിച്ച ജനങ്ങളാണ് തോൽപ്പിക്കാൻ പോകുന്നത്. കാരണം 10 കൊല്ലം MLA ആയിരുന്നു, മേയറായിരുന്നു. ഇന്ന് നിയമത്തില് എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നു. അതല്ല MLAന്റെ കടമ. MLAന്റെ ഉത്തരവാദിത്വം ജനങ്ങളെ സേവിക്കാനാണ്, ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ജനങ്ങൾ അവർക്കൊരു എക്സിറ്റ് പാസ് കൊടുക്കും. അതാണ് ചെയ്യേണ്ടത്. അതാണ് ജനാധിപത്യ സംവിധാനം. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എത്ര ദിവസം താങ്കള് സ്റ്റേറ്റ് ഓഫീസിൽ വന്നല്ലോ,
ഞാനൊരു 8-9 ദിവസം മുമ്പേ പറഞ്ഞ കാര്യം ഇന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തിൽ, ഈ രാജ്യത്തിൽ ഏറ്റവും നാണമില്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. മനസ്സിലല്ലേ? ഈ നാണമില്ലാത്തൊരു ഒളിമ്പിക്സ് ഉണ്ടെങ്കിൽ അതിൽ ഗോൾഡ് മെഡലും സിൽവർ മെഡലും ബ്രോൺസ് മെഡലും എല്ലാ മെഡലും ഒരുമിച്ച് നേടാൻ പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഇവര് നുണ പറയും, ഒരു നാണമില്ലാണ്ട് നുണ പറയും. ഈ പറഞ്ഞ ആള് എന്താണ് ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്? ഒരു മുഖ്യമന്ത്രിന്റെ മകനാണ്, അതാണ് അയാളുടെ ക്വാളിഫിക്കേഷൻ. എന്നിട്ട് എന്നെ കുറിച്ച് എനിക്ക് മലയാളം അറിയില്ല, എനിക്ക് മുണ്ടെടുക്കാൻ അറിയില്ല, ഞാൻ കോർപ്പറേറ്റ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയല്ലേ. ഇവരെല്ലാം ഞാൻ പറയട്ടെ, ഇവരെല്ലാം സെൽ ബൈ ഡേറ്റ് എല്ലാം കഴിഞ്ഞു. പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വികസനത്തെ കുറിച്ച് പറയൂ, നാടിനു വേണ്ടി എന്തെങ്കിലും എന്താ ചെയ്യാൻ പോകുന്നു പറയൂ, വട്ടിയൂർക്കാവിന് എന്ത് ചെയ്യാൻ പോകുന്നു പറയൂ. അതൊന്നും പറയില്ല. ഓരോരോ ദിവസം ബെഡ് നീങ്ങിയിട്ടിട്ട് ഒരു വിവാദം സൃഷ്ടിക്കുക. ആ വിവാദം തുടങ്ങിയത് വി ഡി സതീശൻ, പിന്നെ ഇയാൾ തുടരുന്നു. അതാ മാത്രമാണ്. അതേപോലെ ഒരു അതേപോലെ ഒരു അതേപോലെ ഒരു